എല്ലാവർക്കും നമസ്കാരം. ടീച്ചർ ഫ്രം ഹാർട്ടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട NS +2 വിദ്യാർത്ഥികളെ, 2022 ഒക്ടോബർ എക്സാം അല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് നിങ്ങൾ. അപ്പോൾ മിക്കവാറും കുട്ടികളും അല്ലേ സോഷ്യോളജി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. സോഷ്യോളജിയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ കുറച്ച് പേർക്ക് സോഷ്യോളജിക്ക് തൊട്ട് മുന്നേ ആയിട്ട് ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാം വരുന്നുണ്ട്. ബിസിനസ് സ്റ്റഡീസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞു കൊടുക്കാമോ എന്ന് കുറേ കുട്ടികൾ കമൻസിലൂടെ ചോദിച്ചിരുന്നു. സമയമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാം. എന്തായാലും ഞാൻ നിങ്ങൾക്ക് 1-2 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ രീതിയും ബാക്കി കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നും അതുപോലെ എത്ര മാർക്കിനാണ് ഓരോ ക്വസ്റ്റ്യൻസും എന്നെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കും ക്ലാസ് തരണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഞാൻ എന്തായാലും മാക്സിമം ഒരു വീഡിയോ എങ്കിലും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്വസ്റ്റ്യൻ്റെ രീതി ഒന്ന് പറഞ്ഞു തരാം. അതായത് ടോട്ടൽ 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻ പേപ്പർ, അറിയാമല്ലോ. അതിൽ 1 മാർക്കിൻ്റെ 10 ചോദ്യങ്ങളുണ്ടാവും. 1 മാർക്കിൻ്റെ 10 ചോദ്യങ്ങളാകുമ്പോൾ 10 മാർക്ക്. 3 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളുണ്ടാവും. 3 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളാകുമ്പോൾ 15 മാർക്ക്. 4 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ്, 4 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസിന് 20 മാർക്ക്. അതുപോലെ 5 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 5 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസിന് 25 മാർക്ക്. പിന്നെന്താണ്, 6 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ 30 മാർക്ക്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കിന് ഇങ്ങനെയാണ്. അതായത് 1 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസ്, 3 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ്, 4 മാർക്കിൻ്റെ 5 എണ്ണം, 5 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസും 6 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസും. ഇതിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് എന്തുണ്ടാവും, ചോയ്സ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, സെലക്ട് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. അതിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് മാത്രമേ ഓപ്ഷൻ ഉണ്ടായിരിക്കുകയുള്ളൂ, ചോയ്സ് ഉണ്ടായിരിക്കുകയുള്ളൂ എഴുതാനായിട്ട്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു രീതിയാണ്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് നല്ല ഈസിയാണ്. നിങ്ങൾക്ക് ഒരുവിധം പഠിക്കുന്നവർക്ക് നമുക്ക് ബിസിനസ് സ്റ്റഡീസൊക്കെ എഴുതാൻ കഴിയുന്നതാണ്. കുറേ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഒക്കെയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ മനസ്സിലാവും. ഒരല്പമെങ്കിലും നിങ്ങൾ കുറച്ച് സമയം എടുത്ത് അതിനൊന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ശ്രമിക്കാം. ഒരു വീഡിയോ എങ്കിലും ഞാൻ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാമിന് മുന്നേ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്തായാലും ഇനിയും കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ, അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ചെയ്തു തരാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. എന്തായാലും ഈ 1-2 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ നോക്കി ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണേ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.
you.